ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. War is a terrible event that affects everyone, but it is especially hard on children. In a war, many children lost their homes, schools, and even their families. Some have to leave their country and became refugees, living in camps without proper food, water, or safety. Instead of playing and learning, they live in fear and sadness. Loud noises, destruction, and the absence of loved ones make them anxious and afraid. Every child deserves a peaceful life filled with love, safety, and education. War destroys their dreams. That is why it is important for countries to work together for peace and protect children from the horrors of war. When we protect children, we protect the future of the world. Why is war hard on children? അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പാസേജ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പാസേജ് വാറിനെ പറ്റിയാണ്, യുദ്ധത്തിനെ പറ്റിയുള്ളൊരു പാസേജാണ്. യുദ്ധത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയും അവരുടെ അരക്ഷിതാവസ്ഥയും ഒക്കെയാണ് ഈ പാസേജിലുള്ളത്. വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് യുദ്ധം കുട്ടികൾക്ക് കഠിനമാണെന്ന് പറയുന്നത്? അപ്പോൾ ആദ്യത്തെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. ഇൻ എ വാർ മെനി ചിൽഡ്രൻ ലോസ് ദെയർ ഹോംസ്, schools, and even their families. What do children miss out when they are caught in war? കുട്ടികൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്? ഒരു യുദ്ധത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു? ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് ലേണിംഗ് ദേ ലിവ് ഇൻ ഫിയർ ആൻഡ് സാഡ്നെസ്. ഇനി അതിന് മുമ്പത്തത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അവർക്ക് അവരുടെ ഫാമിലി നഷ്ടപ്പെടും. ഇൻ വാർ മെനി ചിൽഡ്രൻ ലോസ് ദെയർ ഹോംസ്, സ്കൂൾസ്, ആൻഡ് ഈവൻ ദെയർ ഫാമിലീസ്. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും, കാരണം അതെല്ലാം കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. Protecting children during war is important for the future of the world. Why? എന്തുകൊണ്ടാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? Children are the future generation. It is about protecting the world's hope, peace and progress. അപ്പോൾ ലോകത്തിൻ്റെ സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരു ഫ്യൂച്ചർ ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കൺട്രീസ് ടു വർക്ക് ടുഗെദർ ഫോർ പീസ് ആൻഡ് പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ദ ഹൊറേഴ്സ് ഓഫ് വാർ. വെൻ വി പ്രൊട്ടക്ട് ചിൽഡ്രൻ വി പ്രൊട്ടക്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. ആ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് ആ ആൻസറിൽ. ഞാനത് ഇച്ചിരി ഷോർട്ടാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഡസ് എവറി ചിൽഡ്രൻ ഡിസേർവ് അക്കോർഡിംഗ് ടു പാസേജ്? അപ്പോൾ ഓരോ കുട്ടിയും എന്തൊക്കെയാണ് ഡിസേർവ് ചെയ്യുന്നത്, അർഹിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഫോർത്ത് ആൻസറാണ്. എവറി ചൈൽഡ് ഡിസേർവ് എ പീസ്ഫുൾ ലൈഫ് ഫിൽഡ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. സമാധാനപൂർണ്ണമായ ഒരു ജീവിതം, സ്നേഹവും സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ഒക്കെ ഒരു കുട്ടിയുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ പീസ്ഫുൾ ലൈഫ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. അതതിനകത്ത് ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. വൈ ഷുഡ് കൺട്രീസ് വർക്ക് ടുഗെദർ ഡ്യൂറിങ് ടൈംസ് ഓഫ് വാർ അക്കോർഡിംഗ് ടു ദ പാസേജ്? അതിൻ്റെ ആൻസർ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ആൻഡ് എൻഷുർ പീസ് ഫോർ ദി ഫ്യൂച്ചർ. സി ആണ് അതിൻ്റെയും ആൻസർ. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ. ഹരോട്ടോ, എ ജാപ്പനീസ് ബോയ് സ്റ്റഡിങ് ഇൻ കുഞ്ഞുചിരുദാസ് ക്ലാസ്. ടീച്ചർ ആസ്ക്ഡ് ഹിം ടു സേ സംതിങ് അബൌട്ട് ഹിസ് ഹോം കൺട്രി. ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. യു മേ സ്റ്റാർട്ട് വിത്ത് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. കൺട്രി, ക്യാപിറ്റൽ, കറൻസി, ലാംഗ്വേജ്, ഫ്ലാഗ്, ഫേമസ് കമ്പനീസ്, പോപ്പുലർ ഫുഡ് ഐറ്റംസ്, ഫേമസ് പ്ലേസസ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ കൺട്രി. ജപ്പാനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. ഹായ് എവ്രി വൺ, ഐ ആം ഹൊറിറ്റോ. ഐ ആം ഫ്രം ജപ്പാൻ. ജപ്പാൻ ഈസ് എൻ ഐലൻഡ് നേഷൻ ഇൻ ഈസ്റ്റ് ഏഷ്യ, നോൺ ഫോർ ഇറ്റ്സ് യുണീക് ബ്ലെൻഡ് ഓഫ് ഏൻഷ്യൻറ്റ് ട്രഡീഷൻസ് ആൻഡ് മോഡേൺ ടെക്നോളജി. Its capital city, Tokyo, is a metropolis city famous for its skyscrapers, shopping districts, and cultural landmarks. The national currency is the Japanese yen, and the official language is Japanese. The flag of Japan is simple yet symbolic, a white background with a red circle in the center, representing the rising sun. Japan is home to world-renowned companies such as Toyota, Sony, Toshiba, Panasonic, Mitsubishi, and Hitachi.
which have made significant contribution to global technology and industry. Japanese cuisine is loved around the world, with popular dishes including sushi, ramen, tempura, miso soup, and onigiri. The country is also rich in natural beauty and cultural heritage, with famous places like the majestic Mount Fuji, the historic city of Kyoto, the vibrant Tokyo, the bustling Osaka, and the historically significant Hiroshima. Japan's combination of history, innovation, and culture make it one of the most fascinating countries to explore. അപ്പോൾ ഇത്രയുമാണ് ജപ്പാനെ പറ്റി എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ക്യാരക്ടർ സ്കെച്ചാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. ഡോണ്ട് യു റിമെമ്പർ ചിബി ഇൻ ദ സ്റ്റോറി ക്രോ ബോയ്? വി ഹാവ് സീൻ ഹൗ ചിബി ബിക്കെയിം എ ഹീറോ അറ്റ് ദി എൻഡ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി. ചിബിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്കിവിടെ എഴുതാൻ തന്നിട്ടുള്ളത്. അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ട്. പെർഫെക്റ്റ് അറ്റൻഡൻസ്, ടൈനി ബോയ്, ഷൈ, ഇമിറ്റേറ്റ്സ് ക്രോസ്, സ്ലോ പോക്ക് ടു ക്രോബോയ്. സ്ലോ പോക്ക് എന്ന പേരിൽ നിന്ന് ക്രോബോയ് എന്നുള്ള പേരിലേക്ക് മാറി. ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ചിന് തന്നിട്ടുള്ള ഹിൻസ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി 3യുടെ ആൻസർ നോക്കാം. ചിബി വാസ് എ ടൈനി ഷൈ ബോയ് ഹു ഓഫൻ കെപ്റ്റ് ടു ഹിംസെൽഫ്. ഹി ഹാഡ് പെർഫെക്റ്റ് അറ്റൻഡൻസ് അറ്റ് സ്കൂൾ, നെവർ മിസ്സിംഗ് എ സിംഗിൾ ഡേ, ഈവൻ ദോ ഹി വാക്ക്ഡ് എ ലോങ് വേ ഫ്രം ഹിസ് ഹോം ഇൻ ദ മൗണ്ടൻസ്. ബിക്കോസ് ഹി വാസ് സ്ലോ ആൻഡ് quiet, his classmates called him a slowpoke and did not pay much attention to him. Chibi rarely spoke in class, but he observed the world around him carefully. One of his unique talent was that he could imitate the calls of different kinds of crows perfectly. At the end of the story, during his school performance, Chibi amazed everyone by imitating the voice of crows so well that the audience could feel the countryside coming alive. Though through his quiet determination and hidden talent, Chibi earned the respect and admiration of his teachers and classmates. His story teaches us that even the most silent and unnoticed people can have extraordinary gifts. ഓർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഹോപ്പ് യു റിമെമ്പർ വില്യം ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. വില്യം സക്സീഡഡ് ഇൻ ലൈറ്റിംഗ് എ ബൾബ് വിത്ത് ദ വിൻഡ് മിൽ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യം. വില്യത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബോയ് ഹു ഹാർനസ് ദ വിൻഡിലുള്ളത്. ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ, ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, ക്യൂരിയസ് ആൻഡ് ഇൻവെൻറ്റീവ്, ക്രിയേറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ലിറ്റ്സ് അപ്പ് ഹിസ് വില്ലേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിൻഡ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാം. ആക്ടിവിറ്റി 3 ഓർ ക്വസ്റ്റ്യനിലുള്ളതാണ്. വില്യത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. വില്യം വാസ് എ ഡ്രീമർ ആൻഡ് എ പ്രോബ്ലം സോൾവർ ഹു ലവ് ടു ഫൈൻഡ് ന്യൂ ഐഡിയാസ്. ഹി വാസ് വെരി ക്യൂരിയസ് ആൻഡ് ഇൻവെൻറ്റീവ്, ഓൾവേസ് വാണ്ടഡ് ടു ലേൺ ഹൗ തിങ്സ് വർക്ക്. ഈവൻ ദോ ഹി ഫേസ്ഡ് മെനി ചലഞ്ചസ്, വില്യം സ്റ്റേഡ് ക്രിയേറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. Through his determination and hard work, he built a windmill that could make electricity. This amazing invention helped him light up his village. William's story teaches us that with curiosity, effort, and hope, we can make great changes in the world. Activity 4 live reporting ആണ്. It is 15th August. The headmaster hoisted the national flag. The teachers distributed sweets to the children. Independence Day programs are progressing in the school. Children are actively participating in different programs. Prepare a live report of the Independence Day celebration. Independence Day celebration ഒരു ലൈവ് റിപ്പോർട്ട് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കത് കൊടുക്കാം. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ലൈവ് റിപ്പോർട്ടിംഗ് ഫ്രം ദ സ്കൂൾ. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ദിസ് ഈസ് യുവർ നെയിം. റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം the name of the school where the Independence Day celebration are in full swing. The program began with our respected headmaster hoisting the national flag as everyone stood in attention and sang the national anthem with pride. After that, the teachers distributed sweets to all the children, bringing smiles to their face. Right now, the school is filled with excitement as various cultural programs are going on. Children are actively taking part in patriotic songs, dances, and speeches and skits. The atmosphere is colorful, joyful, and filled with spirit of freedom. That's all from here for now. Jai Hind.
ആക്ടിവിറ്റി 5 എഡിറ്റിംഗ് ആണ്. നീരവ് പ്രിപ്പയർഡ് എ റിപ്പോർട്ട് ഓൺ ഹിസ് സ്കൂൾ പ്രവേശനോത്സവം. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. എഡിറ്റ് ദ റിപ്പോർട്ട്. ഇപ്പോൾ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓൾ ദ ചിൽഡ്രൻ കെയിം ബാക്ക് ടു സ്കൂൾ ചിയർഫുള്ളി. ദ ലിറ്റിൽ വൺസ് കെയിം ഇൻ യൂണിഫോം ബ്രൈറ്റ് എന്നാണ് ആദ്യത്തത്. അത് ബ്രൈറ്റ് യൂണിഫോംസ് എന്നാക്കണം. with new notebook and bags. The teachers stand in a row with smiling faces എന്നാണ്. അതിൽ സ്റ്റാൻഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആകണം. stood in a row with smiling faces to welcome the children. Walls were decorated. ഓണിന് പകരം വിത്ത് ബലൂൺസ് എന്നാണ് എഴുതേണ്ടത്. സിയുടെ ആൻസർ വിത്ത് ബലൂൺസ് ആൻഡ് കളർഫുൾ റിബൺസ്. ചിൽഡ്രൻ എന്നുള്ളതിൻ്റെ സി ക്യാപിറ്റൽ ലെറ്ററാണ് വേണ്ടത്. ക്യാപിറ്റൽ സി വേണം. ചിൽഡ്രൻ ഒരു പുതിയ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സി. ചിൽഡ്രൻ വെയർ ഫാസിനേറ്റഡ് ബൈ ലിസണിങ് ടു ദ മെലോഡിയസ് സോങ്സ് ഫ്ലോയിങ് ത്രൂ ദി എയർ എന്നാണ് ആ മീനിങ്. ഗ്രാമാറ്റിക്കലി നമ്മൾ കറക്റ്റാക്കി വരുമ്പോൾ ഫാസിനേറ്റഡ് ബൈ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. കോൺവെർസേഷൻ ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. റൈറ്റ് മിനിമം 5 എക്സ്ചേഞ്ച്. 5 എക്സ്ചേഞ്ചുകൾ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദി ടാലൻറ്റ് ഷോ മിസ്റ്റർ ഈസോപ്പ് മീറ്റ് ചിബി ബിഹൈൻഡ് ദ സ്റ്റേജ്. ദേ ടോക്ക് അബൌട്ട് ഹിസ് പെർഫോമൻസ് ആൻഡ് സ്കൂൾ ലൈഫ്. മിസ്റ്റർ ഈസോപ്പ് എൻകറേജസ് ചിബി ടു കീപ് യൂസിങ് ഹിസ് സ്പെഷ്യൽ ടാലൻറ്റ്സ് ആൻഡ് ആസ്ക് ഹൗ ഹീ ഫീൽസ് ആഫ്റ്റർ ദ ഷോ. അപ്പോൾ ചിബിയും സാറും ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. ചിബിയുടെ ഇമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കോൺവെർസേഷനാണ് രണ്ടുപേരും തമ്മിലുള്ളത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, റൈറ്റ് എ മിനിമം 5 എക്സ്ചേഞ്ച്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് കാണാം. എണ്ണം വരുന്നൊരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ഈസോപ്പ്, ദാറ്റ് വാസ് an amazing performance, Chibi. How did you learn to do that? Thank you, sir. I learned it by listening to the crows near my home every day. That's wonderful. You really brought the countryside to life on the stage. I am glad you like it, sir. I never thought everyone would enjoy it so much. അപ്പോൾ ഈസോ പറയാണ്, you should keep practicing your special talents, Chibi. They make you unique. അപ്പോൾ ചിബി സാറിനോട് പറയാണ്, യെസ് സർ ഐ വിൽ. ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് നൗ. അപ്പോൾ നെക്സ്റ്റ് ഈസോപ്പ് സർ, മിസ്റ്റർ ഈസോപ്പ്, ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ദ ഷോ? അപ്പോൾ ചിബി പറയാണ്, ഐ ഫീൽ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ തിങ്ക് മൈ ക്ലാസ്മേറ്റ്സ് റിയലി നോട്ടിസ്ഡ് മീ. അപ്പോൾ ഈസോപ്പ്, ദേ ഷുവർലി ഡിഡ്. ഓൾവേസ് റിമെമ്പർ ചിബി, ടാലൻറ്റ് ഷൈൻ വെൻ വി ഷെയർ ഇറ്റ്. അപ്പോൾ ചിബി പറയാണ്, ഐ വിൽ റിമെമ്പർ ദാറ്റ് സർ. താങ്ക് യു ഫോർ എൻകറേജിങ് മീ. അപ്പോൾ സാറും ചിബിയും കൂടെയുള്ളൊരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. ചിബിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. സാറ് പറയുന്നു, നീ ഇത് ഇവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ചിബി പറയും, ഞാനിത് വീടിനടുത്ത് നിന്ന് പഠിച്ചതാണ്. ശരി, നന്നായിട്ടുണ്ട്. നീ ആ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ ആ പ്രദേശവും നിൻ്റെ ആ ഭാഗങ്ങളുള്ള ലൈഫും കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിബി പറയും, ഞാൻ വിചാരിച്ചില്ല എല്ലാവരും ഇത് ഇത്രയും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നു. ചിബി, നീ ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. ഇത് നിന്നെ ഒരു സ്പെഷ്യലാക്കുന്നു, നിന്നെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവാണിതെന്ന് പറയും. അപ്പോൾ ചിബി പറയും, ശരി, ഞാനിത് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയും. സാറ് പിന്നെ പറയുന്നത്, എനിക്ക് ഇത്രയും നല്ല സന്തോഷമായി ഈ കാര്യത്തിൽ. നിനക്ക് എന്ത് തോന്നുന്നു ഈ ഷോ കഴിഞ്ഞപ്പോൾ എന്ന് ചോദിക്കും. അപ്പോൾ ചിബി പറയാണ്, എനിക്കും അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നോട്ടീസ് ചെയ്തത്, എന്നെ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും. ശരിയാണ്, സുഹൃത്തുക്കളെല്ലാവരും നിന്നെ ശ്രദ്ധിച്ചു. എപ്പോഴും ഓർക്കുക, ചിബി, ടാലൻസ് ആണ് നമ്മളെ ഷൈൻ ആക്കുന്നത്. അതെപ്പോഴാണ് നമ്മളെ ഷൈൻ ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് തിളക്കം തരുന്നത് എപ്പോഴാണ്, നമ്മളത് ഷെയർ ചെയ്യുമ്പോഴാണെന്ന് പറയും. ഐ വിൽ റിമെമ്പർ ദാറ്റ് സാർ. താങ്ക് യു ഫോർ എൻകറേജിങ് മീ എന്ന് ചിബി പറയും. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മോസ്റ്റ് നോട്ടിലെ മെറ്ററും മദറും കൂടി സംസാരിക്കുന്നത്. ഹൗ വാസ് എ ജേർണി മൈ ഡിയർ? ഇറ്റ് വാസ് അമേസിങ് മോം. ഐ വെൻറ്റ് ഓൾ ദ വേ ടു സ്പേസ്. അപ്പോൾ അമ്മ ചോദിക്കും, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മകനെ ചോദിക്കുമ്പോൾ പറയും, അത് അമേസിങ് ആയിരുന്നു, നല്ലതായിരുന്നു. ഞാൻ സ്പേസിലേക്ക് പോയി, ശൂന്യാകാശത്തേക്ക് പോയി എന്ന് പറയും. വൗ, ഡിഡ് യു എൻജോയ് ബീയിങ് ഓൺ ദ സ്പേസ് ഷിപ്പ്? നീ സ്പേസ് ഷിപ്പിൽ നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയോ, നിനക്ക് ആഘോഷിക്കാൻ പറ്റിയോ, നിനക്കത് ആസ്വദിക്കാൻ പറ്റിയോ എന്ന് ചോദിക്കും. യെസ്, ഐ ലവ്ഡ് ഇറ്റ്. ഐ ഫ്ലോട്ടഡ് അറൗണ്ട് ആൻഡ് സോ എർത്ത് ഫ്രം ഫാർ അവേ. എനിക്കത് ഇഷ്ടമായി. ഞാൻ
പറന്നു നടക്കുകയായിരുന്നു, ഞാൻ ദൂരെ നിന്ന് ഭൂമിയെ കണ്ടു എന്ന് പറയും. മദർ ചോദിക്കുകയാണ്, ദാറ്റ് സൗണ്ട് എക്സൈറ്റിംഗ്, ഡിഡ് എനിത്തിങ് സ്പെഷ്യൽ ഹാപ്പൻ? അത് കൊള്ളാമല്ലോ, ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നോ? അപ്പം മിച്ചർ പറയും, യെസ് മാം, ദ കീ to the control panel got lost and I found it just in time to save the mission. അപ്പോൾ പറയും, അതേ അമ്മേ, ഒരു കാര്യം നടന്നു, ഒരു സംഭവം ഉണ്ടായി കൺട്രോൾ പാനലിൻ്റെ ഇടയിലേക്ക്. കൺട്രോൾ പാനലിൻ്റെ കീ അവിടെ ഉള്ളിൽ പോയി, കളഞ്ഞു പോയി. ഞാനാണത് കണ്ടുപിടിച്ച് കൊടുത്ത് മിഷനെ ഈ ഒരു ഉദ്യമത്തിനെ രക്ഷിച്ചതെന്ന് പറയും. ഓ, ദാറ്റ്സ് വണ്ടർഫുൾ, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. അത് കൊള്ളാമല്ലോ, അത് നന്നായിട്ട് ഉണ്ട്, ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയും. താങ്ക് യു മോം, എവ്രി വൺ കൺഗ്രാജുലേറ്റഡ് മീ ആൻഡ് കോൾ മീ ദ ലിറ്റിൽ മോസ്ട്രോനോട്ട്. അപ്പം ഇവൻ പറയാണ്, നന്ദി അമ്മേ, എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു, അവരെല്ലാവരും എന്നെ വിളിക്കുന്നത് ലിറ്റിൽ മോസ്ട്രോനോട്ട് എന്നാണ്. യു ട്രൂലി ആർ മൈ ബ്രേവ് ലിറ്റിൽ ഹീറോ. നീ ശരിക്കും എൻ്റെ ധീരനായ ഹീറോയാണ്, നായകനാണെന്ന് പറയും. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് യു ഗോ ബാക്ക് ടു സ്പേസ് അഗെയിൻ. അപ്പോൾ ഇവൻ പറയാണ്, ഇവന് ഇനിയും തിരിച്ച് സ്പേസിലേക്ക് പോകണം, അതിനുവേണ്ടി ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.